ഹായ് അസ്സലാമു അലൈക്കും. ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഒരു ഇടിച്ചക്ക കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചോറ്റിനും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ പറ്റിയൊരു നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു പകുതി ചക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കറ പോകാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് ഒരു 7 ചെറിയ ഉള്ളിയും 2 കഷ്ണം പട്ടയും ചെറിയ ജീരകം ഒരു 1/4 സ്പൂണും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഒരു 15 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു തക്കാളിയും ഒരു 7 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കാശ്മീരി ചില്ലിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടിച്ചക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1/4 സ്പൂണോളം കറി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കറി നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഒരു നല്ലൊരു ഇടിച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചോറ്റിനും ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ.